the artifacts that we found them here. Like usually they put it in the front of the door of the temple out there, but it symbolized for king at that time. 7.5 അടി പൊക്കമുള്ള ഒരു സ്റ്റാച്ചു ആണിത്. 2900 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിന്നത്. മണ്ണിനടിയിൽ നിന്നും കിട്ടിയ സാധനങ്ങൾ. The library of the Dadan kingdom. ഹായ് ഗായ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രാജി, ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലെ കാഴ്ചകളും അവിടുത്തെ കൾച്ചറും ഹിസ്റ്ററിയും എങ്ങനെ ആ രാജ്യത്തേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് കാണാൻ പോകുന്നത് സൗദി അറേബ്യയിലെ അല്ലുലയിൽ കണ്ടെത്തിയ അമ്പലത്തിൻ്റെ കാഴ്ചകളും 2900 വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ അവരുടെ കാര്യങ്ങൾ പാറയിൽ എഴുതി സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു അത്ഭുത ലൈബ്രറിയുടെ കാഴ്ചകളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ കാണുന്ന കല്ലുകളെല്ലാം അമ്പലം കണ്ടെത്തിയപ്പോൾ കിട്ടിയ കല്ലുകളാണ്. ഈ അമ്പലം സ്ഥിതി ചെയ്തിരുന്നത് ദാദൻ സിറ്റിയുടെ സെൻട്രലിലായിരുന്നു. ആ അമ്പലമുള്ള ഭാഗത്തേക്ക് നടക്കാനായിട്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് നടക്കുകയാണ്. ദദാനിലെ പ്രധാന കണ്ടെത്തലുകളിൽ ഒന്നാണ് ഇവിടുത്തെ ഈ പുരാതന ക്ഷേത്രം. ദദാനികൾ ആരാധിച്ചിരുന്ന ദൂഗബാത്ത് എന്ന ദൈവത്തിനു വേണ്ടിയുള്ളതാണ് ഈ ക്ഷേത്രമെന്ന് കരുതപ്പെടുന്നു. BC 9ാം നൂറ്റാണ്ടിൽ ദദാൻ ലിഹിയാൻ സാമ്രാജ്യങ്ങളുടെ തലസ്ഥാനമായിരുന്നു ഈ പ്രദേശം. സുഗന്ധവ്യഞ്ജനങ്ങളുടെയും വിലപിടിപ്പുള്ള രത്നങ്ങളുടെയും കച്ചവട പാതയിലെ പ്രധാന വിശ്രമ കേന്ദ്രമായിരുന്നു ദദാൻ. ഇവിടെ 300-ൽ പരം കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച സാധനങ്ങൾ ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി കണക്കാക്കപ്പെടുന്നത് ഈ ആരാധന സമയങ്ങളിൽ നമ്മൾ കുന്തിരിക്കൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡിൽ, അത് ഈ ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്താണ് അമ്പലം ഉള്ളത്. ഈ കിണറുള്ള ഭാഗമുണ്ട്, അവിടെയാണ് അമ്പലം ഉള്ളത്. ഇതായിരുന്നു ആ അമ്പലം. അവർ കുഴിച്ചെടുത്ത സമയത്ത് ഇങ്ങനെയാണ് അവർക്ക് അമ്പലം കിട്ടിയിരുന്നത്. Some photo for the artifacts that we found them here, like so it's the one that they put the frankincense on it. So usually they put it in the front of the door of the temple out there. So we discover many gates, around 4 gates for the temple. So here when we discover also the statue. Usually it's symbolized for king at that time, not for worship, only like symbol for the king. ഈ കാണിക്കുന്ന സ്റ്റാച്യൂസ് എല്ലാം ഇവിടുന്ന് കിട്ടിയതാണ്. ആ സമയത്ത് രാജാക്കന്മാരുടെ സ്റ്റാച്യൂസ് ആണെന്നാണ് കരുതപ്പെടുന്നത്. ഏകദേശം ഒരു 7.5 അടി പൊക്കമുള്ള ഒരു സ്റ്റാച്ചു ആണിത്. ഇതിനകത്ത് വ്യക്തമായിട്ട് അന്ന് ഉപയോഗിച്ചിരുന്ന വസ്ത്രരീതിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ തലഭാഗം വേറൊരു സ്ഥലത്തു നിന്ന് കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. 2005-ലാണ് അവർ ഈ എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ വർഷവും ഓരോ സാധനങ്ങൾ അവർ കണ്ടെത്തിയിരുന്നു. വിന്റർ ടൈമിലാണ് അവർ ഈ എക്സ്കവേഷൻ ചെയ്യുന്നത്. ഇതാണ് ദദാൻ സിറ്റി എന്ന് കരുതപ്പെടുന്നത്. ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇവർ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ. 6% കണ്ടെത്തിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഓരോ ഭാഗവും അവർ ഇനിയും കണ്ടെത്താനുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂറ്റൻ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഭിത്തികളും വിശാലമായ മുറ്റവും ഒറ്റക്കല്ലിൽ തീർത്ത വലിയ പാത്രങ്ങളും ഇവിടുത്തെ ഒരു പ്രത്യേകതയായിരുന്നു. പണ്ട് മതപരമായ ചടങ്ങുകൾക്കായി ഇത് ഉപയോഗിച്ചതാവാം. ലിഹിയാൻ രാജാക്കന്മാരുടെ കാലത്താണ് ഈ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ശൈലി അതിശയിപ്പിക്കുന്നതായിരുന്നു. ക്ഷേത്രത്തിന് വിശാലമായ മുറ്റമുണ്ടായിരുന്നു. ഇവിടെ ധാരാളം ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ബലികർമ്മങ്ങൾക്കും മറ്റും മതപരമായ ചടങ്ങുകൾക്കുമായി പ്രത്യേക ഇടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. 2900 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിന്നത്. ശരിക്കും ഇത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. നിങ്ങൾ ഇതിനു മുമ്പ് സൗദിയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്തായാലും നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഹിസ്റ്ററി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിലും. അതേപോലെ തന്നെ ഇവിടെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒക്കെ കഴിഞ്ഞതിൽ സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ദാദനിറ്റിക് ഭാഷയിലുള്ള നിരവധി ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ജനങ്ങൾ ദൈവത്തിന് നൽകിയ നേർച്ചകളെക്കുറിച്ചും കൃഷിക്കും മഴയ്ക്കും വേണ്ടി നടത്തിയ പ്രാർത്ഥനകളെക്കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ ആ ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സിംഹക്കല്ലറകൾ കണ്ടെത്തിയതോടുകൂടി അന്നത്തെ ആളുകളെ അടക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു. ഈ അമ്പലം കണ്ടെത്തിയതോടുകൂടി അന്നത്തെ കാലത്തെ ആളുകളുടെ ആരാധനകളെ പറ്റിയും മതപരമായ ചടങ്ങുകളെ പറ്റിയൊക്കെ അറിയാൻ സാധിച്ചു. ഇനിയുള്ള അവരുടെ പഠനത്തിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ദാദൻ സിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടെത്തുന്നതിലൂടെ അന്നത്തെ ആളുകളുടെ ജീവിതവും ജീവിത ശൈലികളും വീടുകളൊക്കെ എങ്ങനെ പണിത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമെന്നാണ് അവർ കരുതുന്നത്. അങ്ങനെ അമ്പലത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ പോകുന്നത് അല്ലുലിലെ ഏറ്റവും ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നായ ജബൽ ഇക്മ എന്ന തുറന്ന ലൈബ്രറിയുടെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സൗദി അറേബ്യയിലെ അല്ലുലയിലെ മണൽക്കുന്നുകൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു അത്ഭുതമാണ് ജബൽ ഇക്മ. നിങ്ങൾക്ക് ഊഹിക്കാമോ എന്താണ് ഈ ഓപ്പൺ ലൈബ്രറി? അതായത് 2900 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ കാര്യങ്ങൾ പാറയിൽ എഴുതിയിട്ടിരുന്നു. അവരുടെ കാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ വരും തലമുറകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ കുറിച്ചിട്ടിരുന്നത്. ഈ കാണുന്നതാണ് ജബൽ ഇക്മ. അങ്ങനെ നമ്മുടെ ബസ് അതിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇവിടെ ഒരു എക്സിബിഷൻ സെന്റർ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. നമുക്ക് ധാരാളം സാധനങ്ങളൊക്കെ അതിനകത്ത് കാണാൻ പറ്റിയിരുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്യാമൽ ലെതർ ഉപയോഗിച്ചിട്ടുള്ള പേഴ്സും ബാഗും ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്.
ഇവിടെ നമുക്ക് അല്ലുലയെ കുറിച്ചുള്ള ഒരു ബുക്ക് കിട്ടി. അപ്പം നമ്മൾ ആ ഒരു ബുക്ക് എടുത്തൊക്കെ നോക്കുകയാണ്. അതിനകത്ത് അല്ലുലയിലെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവർക്ക് മണ്ണിനടിയിൽ നിന്നും കിട്ടിയ സാധനങ്ങളാണ്. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഹെഗ്രയിലെ വീഡിയോ ഇട്ട സമയത്ത് ഈ സ്ഥലത്തെ പറ്റി പറഞ്ഞിരുന്നു. ഇതിന്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഇട്ട വീഡിയോസിന്റെയൊക്കെ ഫോട്ടോസാണ് നമുക്ക് ഇവിടെ ശരിക്കും കാണാൻ പറ്റിയത്. ഈ കാണുന്നത് ഹെഗ്രയിലെ ടോംബിന്റെ കാഴ്ചകളാണ്. ഇത് ഉള്ളിലെ കാഴ്ചകളും അതേപോലെ ഇത് അതിന്റെ പുറത്ത് കാണിച്ചേക്കുന്ന ആ ഒരു ഡെക്കറേഷന്റെ കാഴ്ചകളുമാണ്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് നമ്പർ 26 ടോംബിനുള്ളിലെ കാഴ്ചയാണ്. നമ്മൾ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബുക്ക് കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ വീഡിയോയുടെ ഓരോ ഭാഗങ്ങൾ കാണിച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. ഇത് ആ ഒരു ടോംബിന്റെ മുകളിൽ അവരെ ആരാധിച്ചിരുന്ന ദൈവത്തിന്റെ ഫോട്ടോയും അതേപോലെ തന്നെ അവരുടെ ആത്മാവിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വെച്ചിരുന്ന ഓരോ രൂപങ്ങളുമാണ്. ഈ കാണിച്ചിരിക്കുന്നത് നബത്തിൻ ടൂംബിന്റെ മുകളിലത്തെ ഭാഗമാണ്. നമ്മളത് താഴെ നിന്നാണല്ലോ കണ്ടത്. ഇതിന്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ഇത് ഹറാത്ത് വ്യൂ പോയിന്റ് ആണ്. ഇതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന ലയൺ ടൂംസിന്റെ കാഴ്ചകളാണ്. കണ്ടോ, അവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അത് പൊട്ടിച്ചെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ അതിനകത്ത് കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് സ്റ്റെപ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ വെച്ച് ആ സ്റ്റെപ്സ് ഒന്നും കണ്ടില്ല. ഈ ഫോട്ടോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ദദാനിലുള്ള ആളുകളെ അടക്കം ചെയ്തിരുന്ന ഒരു കല്ലറയാണ് ഇത്. ഈ സിംഹ കല്ലറകൾ പ്രധാനമായും പ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും അടക്കിയിരുന്ന ഒരു സ്ഥലമാണ്. ഈ കാണിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ടെമ്പിളിന്റെ കിണറാണ്. ഇത് ആ ടെമ്പിളാണ്. അതേപോലെ തന്നെ ആ ടെമ്പിളിൽ നിന്ന് കിട്ടിയ സ്റ്റാച്യൂസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. കണ്ടോ, ഇത് ആ ഒരു ടെമ്പിളിന്റെ ഭാഗങ്ങളാണ്. അവരിങ്ങനെയാണ് മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തതിന്. അടുത്തത് ജബൽ ഇക്മ. ഇതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ജബൽ ഇക്മയിലെ പാറകളിൽ ധാരാളം ഒട്ടകങ്ങളുടെ ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതിൽ ഷീ ക്യാമൽ അഥവാ പെൺ ഒട്ടകത്തിന്റെ ചിത്രങ്ങൾ വളരെ വ്യക്തമായി കൊത്തിവെച്ചിട്ടുണ്ട്. പുരാതന കാലത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ ഒട്ടകത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അക്കാലത്തെ പ്രധാന യാത്രാമാർഗവും വ്യാപാര ശൃംഖലയുടെ നട്ടെല്ലുമായിരുന്നു ഒട്ടകങ്ങൾ. സാലിക് നബിയും ഒട്ടകത്തിന്റെ കഥയുമായി വലിയ ബന്ധമുണ്ട്. ഖുർആൻ പ്രകാരം തമൂദ് ജനതയ്ക്കായി അള്ളാഹു നൽകിയ അത്ഭുത ചിഹ്നമായിരുന്നു ഒരു പെണ്ണൊട്ടകം. പാറയിൽ നിന്ന് അത്ഭുതകരമായി പുറത്തു വന്ന ഈ പെണ്ണൊട്ടകത്തെ ഉപദ്രവിക്കരുതെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ ജനത അതിനെ കൊലപ്പെടുത്തുകയും തുടർന്ന് ആ ജനത ഒന്നടങ്കം നശിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ജബൽ ഇക്മയിലേക്ക് പോവുകയാണ്. നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്കിവിടെ ഒരു ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ആക്ടിവിറ്റി ചെയ്യാമെന്ന് അവർ പറഞ്ഞു. നമ്മുടെ മുന്നിൽ ഒരു വലിയ പാറ കൂട്ടമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊരു മല മാത്രമല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർ തങ്ങളുടെ ചരിത്രവും സംസ്കാരവും ഒക്കെ കൊത്തിവെച്ചൊരു പാറയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ലൈബ്രറികളിൽ ഒന്നാണിത്. 2 പാറകൾ ചേരുന്ന ഒരു സ്ഥലത്താണിത്. പെട്ടെന്ന് പുറത്തുനിന്നും നോക്കിയാൽ മനസ്സിലാവാത്ത രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇവരിത് നിർമ്മിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് അങ്ങനെ ചെയ്തത്. ഇവിടുത്തെ മിക്ക പാറകളിലും ധാരാളം ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നമുക്ക് ജബൽ ഇക്മ എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. ദാദനറ്റിക് ആൽഫബറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് 3 ഭാഷകളിലാണ് ലിഖിതങ്ങൾ എഴുതിയിരിക്കുന്നത്. തമൂദിക്, ദാദനറ്റിക്, ലിഹാനറ്റിക് എന്നീ ഭാഷകളിലാണ് ഇവിടെ ഇൻസ്ക്രിപ്ഷൻ ഉള്ളത്. ഇവിടെ കൂടുതലും ലിഖിതങ്ങളുള്ളത് ലിഹാനറ്റിക് കാലഘട്ടത്തിലുള്ളതാണ് കൂടുതൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ജബൽ ഇഗ്മയിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. നോക്കിക്കേ, ശരിക്കും എന്താ പറയണ്ടേ നമുക്കറിയില്ല. അന്നത്തെ ആളുകളുടെ ആ ഒരു ദീർഘവീക്ഷണവും തങ്ങളുടെ ജീവിത ചരിത്രങ്ങൾ വരും തലമുറകൾ അറിയാൻ വേണ്ടിയിട്ട് അവർ ഈ ലിഖിതങ്ങൾ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ശരിക്കും നമുക്ക് പല പാറകളിലും സൂക്ഷിച്ചു നോക്കി നമുക്ക് കാണാൻ പറ്റും. പല കാര്യങ്ങളും നമുക്ക് ശരിക്കും അത് കാണാൻ പറ്റും. Or Ikma mountains. So this is the library of Dadan kingdom. So you see Dadan, so they used to live there, but they choose this area only as a library. Tombs or any houses in this mountain, only they choose it as a library. We have more than 300 inscriptions, by the way, in this area. So it's the place located between 2 mountains. So that's why they choose this area to make it as a library, to record everything about their life, about their religion, about the agriculture, about everything. They want to write it about it, they write it here. ഈ ചുവരുകളിൽ അവരെഴുതിയിരുന്ന ദൈവങ്ങൾക്ക് അർപ്പിച്ചിരുന്ന വഴിപാടുകളും പ്രാർത്ഥനകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൃഷി, കന്നുകാലി വളർത്തൽ, വ്യാപാരം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും അതിലുണ്ടായിരുന്നു. കൂടാതെ അക്കാലത്തെ ഭരണാധികാരികൾ നടപ്പിലാക്കിയ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾ മാത്രമല്ല, സംഗീതോപകരണങ്ങൾ, മൃഗങ്ങൾ, പ്രത്യേകിച്ച് കാളകൾ, ആടുകൾ, ഒട്ടകങ്ങൾ, മനുഷ്യരൂപങ്ങൾ എന്നിവയുടെയൊക്കെ കൊത്തുപണികളും ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവരുടെ രാജാവിൻ്റെ പേര്, അവരുടെ ദൈവത്തിൻ്റെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
അല്ലുലയിലെ ദാദൻ എന്ന പുരാതന നഗരത്തിലെ ഖനനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പ്രശസ്തരായ സൗദി ഫ്രഞ്ച് പുരാവസ്തു ഗവേഷകരുടെ സംഘമാണ്. ഈ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്തത് സൗദി പൗരനായ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ സുഹൈബാനിയാണ്. അദ്ദേഹം അല്ലുലയിലെ റോയൽ കമ്മീഷൻ സാംസ്കാരിക വിഭാഗം വൈസ് പ്രസിഡന്റാണ്. അതേപോലെ തന്നെ പ്രമുഖ സൗദി പുരാവസ്തു ഗവേഷകനും കൂടിയാണ്. ദദാൻ പ്രോജക്റ്റിന്റെ കോ ഡയറക്ടർ കൂടിയായ ഇദ്ദേഹം അറേബ്യൻ ഉപദ്വീപിന്റെ ചരിത്രത്തെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ അത്ഭുതകരമായ കണ്ടെത്തലുകളുടെ പിന്നിൽ സൗദി അറേബ്യയിലെയും ഫ്രാൻസിലെയും പ്രഗത്ഭരായ ഗവേഷകരുടെ കഠിനാധ്വാനമുണ്ട്. ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ സുഹൈബാനിയുടെ നേതൃത്വത്തിലുള്ള ദദാൻ ആർക്കിയോളജിക്കൽ പ്രോജക്റ്റാണ് മണ്ണടിഞ്ഞുപോയ ഈ ചരിത്രത്തെ വീണ്ടും ലോകത്തിന് മുന്നിൽ എത്തിച്ചത്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. ഇതിന്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് 2023 യുനെസ്കോ ജബൽ ഇഖ്മെ മെമ്മറി ഓഫ് ദ വേൾഡ് പട്ടികയിൽ ഉൾപ്പെടുത്തി. പുരാതന ലോകത്തെ ആശയവിനിമയത്തിന്റെ അടയാളങ്ങൾ ഇത്രയധികം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രദേശം അപൂർവമാണ്. ഇവിടുത്തെ 4 മെയിൻ സിവിലൈസേഷന്റെ കഥകളാണ് നമ്മൾ പറയുന്നത്. സൗദി അറേബ്യയിലെ ഏറ്റവും പുരാതന ഗോത്രങ്ങളിൽ ഒന്നാണ് തമൂദ് വർഗ്ഗക്കാർ പാറകൾ തുരന്ന് വീടുണ്ടാക്കുന്നതിൽ അഗ്രഗണ്യരായിരുന്നു. അവർക്ക് ശേഷം വന്നവരായിരുന്നു ദാദനൈറ്റീസ് സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ അഗ്രഗണ്യരായിരുന്നു. അതിനുശേഷമാണ് ലിഹാനൈറ്റീസ് വരുന്നത്. ജബൽ ഇഖ്മയുടെ ഭൂരിഭാഗം ലിഖിതങ്ങളും ഈ കാലഘട്ടത്തിലുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ദദാൻ തന്നെയായിരുന്നു അവരുടെ തലസ്ഥാനം. പിന്നീട് വന്നത് നബത്തീൻസ് ആയിരുന്നു. അവർ ലിഹാനൈറ്റീസിൽ നിന്നും ഭരണം പിടിച്ചെടുത്ത് അല്ലുലയിൽ ഹെഗ്ര നിർമ്മിച്ചു. ലോക പ്രശസ്തമായ പെട്രയായിരുന്നു ഇവരുടെ തലസ്ഥാനം. പിന്നീട് റോമൻസ് വന്ന് നബത്തീൻസിനെ കീഴടക്കി. കരമാർഗമുള്ള ട്രേഡിംഗ് കുറഞ്ഞു. പിന്നീട് കപ്പൽ മാർഗമായതോടുകൂടി ഹെഗ്ര എന്ന നഗരം പൂർണ്ണമായി ഇല്ലാതെയായി. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. So they're gonna teach you, as I told you, about the new حجر بازلت الصلب الحفر والقص. So this is the basalt stone actually. So they use it to cut and to carve inside the stone. حجر خفاف للتنعيم. So all مترقم بهذا الشكل. So this is also one of the new ways to carve the chisel and the hammer. അങ്ങനെയാണ് അവർ ആ പാറയിൽ എഴുതിയിരുന്നല്ലേ. ഓ അത് ശരി. ഇതൊക്കെ വെച്ചിട്ടാണ് പണ്ട് ഇവര് കല്ലേല് എഴുതിയിരുന്നത്. ഇവരുടെ ഭാഷയിൽ എൻ്റെ പേര് എഴുതിക്കുക രാജി. JI അല്ല ജെ എഴുതി കൊടുത്തേക്കുന്നുണ്ട്. സെയിം കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ കല്ലേ കിടന്ന് കൊത്തുവാണ് എല്ലാവരും. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയിട്ട്. മുന്നിൽ നമ്മുടെ ആ ഒരു വലിയ ലൈബ്രറിയും ഫ്രണ്ടിൽ നമ്മളിരുന്ന് അതെ നമ്മൾ വന്നതിന് നമ്മുടെ ചരിത്രം സൃഷ്ടിക്കും. നമ്മുടെ പേരൊക്കെ എഴുതിയേക്കുന്നുണ്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേരും ഈ ലെറ്റേഴ്സൊക്കെ നോക്കിയിട്ട് വീട്ടിൽ വല്ല പാറക്കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പോയിട്ട് കൊത്താം. ഇത് ഭയങ്കരമായിരുന്നു കേട്ടോ. ഈ ദദാനിറ്റിക് ആൽഫബറ്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു ബോർഡ് തന്നിരുന്നു. അതിൽ ഇംഗ്ലീഷും അറബിക്കും ദദാനിറ്റിക് ആൽഫബറ്റ്സും ഉണ്ടായിരുന്നു. നമ്മുടെ പേര് പെൻസിൽ കൊണ്ട് കല്ലിൽ എഴുതും. എന്നിട്ട് ഉളിയും ചുറ്റികയും വെച്ചിട്ട് നമ്മളത് കൊത്തിയെടുക്കണം. ഇവിടെ ഫുള്ള് കൊത്തുന്ന ഒറ്റയാണ്. കൊത്തോടെ കൊത്താൻ ഭയങ്കരമായിട്ട് കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ പിള്ളേർ മിസ് ചെയ്ത് കാണും. അവർക്ക് ഇത് കൊത്താനൊന്നും പറ്റില്ല. അവരുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ബ്രഷ് ഇട്ട് നമുക്ക് പൊടിയെല്ലാം തൂത്ത് കളയണം. അവസാനം നമുക്ക് നല്ലൊരു സംഭവം. അപ്പൊ നമ്മുടെ രണ്ടിന്റെ സംഭവം ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മുടെ പേര് ഈ കല്ലിൽ കൊത്തിയത്. ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. കൊള്ളാം. രാജി ഭയങ്കരമായിട്ട് വന്നു. ജന്തീഷ് അത്ര അങ്ങോട്ട് വന്നില്ല. ഒത്തിരി ലെറ്റേഴ്സ് ഉള്ളത്. ഇങ്ങനെയാണ് ഇവരെ ഈ ഒരു ലൈബ്രറി ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അവരുടെ കാര്യങ്ങളെല്ലാം അവർ ഈ കല്ലിൽ കൊത്തി വെച്ചേക്കാണ്. അതെന്നും അവിടെ കിടക്കും, നഷ്ടപ്പെട്ടു പോകത്തില്ല. അതാണ് അവരുടെ ആ ഒരു ബുദ്ധി അല്ലേ.
ആ രണ്ട് പാറയ്ക്കകത്താണ് ഇവരുടെ ലൈബ്രറി. ആ മേൽഭാഗം കണ്ടോ, അതിന് താഴെയാണ് ഇവർ മൊത്തം കൊത്തി വെച്ചേക്കുന്നത്. മേളിൽ അവർ ഭയങ്കരമായിട്ട് ഒരു ഏരിയ മൊത്തവും ലൈബ്രറി ആയിട്ട് വെച്ചേക്കാം. അവരുടെ ആ ഒരു പണ്ടത്തെ ബുദ്ധിയില്ലേ, കല്ലില് ബ്രോൺസ് ഏജിന്റെ കാലഘട്ടത്തിലാണല്ലോ ആണല്ലോ നമ്മൾ ആയുധങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പൊ ആ ആയുധങ്ങൾ വെച്ചിട്ട് തന്നെ കല്ലും വെച്ചിട്ടാണ് അവരിതെല്ലാം ഈ ഒരു ഉളിയും ചുറ്റികയും വെച്ചിട്ടാണ് ഈ പാറയിൽ ഇവർ ഈ ലിഖിതങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരുന്നത്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി അവർ തന്നത്. എത്ര വർഷങ്ങൾ എത്ര സമയങ്ങളൊക്കെ ആയിട്ടുണ്ടാവൂലേ, എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലേ. ഇത്രയെങ്കിലും ഇതിന്റെ പൊക്കത്തൊക്കെ കയറുന്നേ. മേളിന്ന് പണിതിറങ്ങാൻ വേണ്ടി പഠിച്ചേക്കും. നമ്മുടെ സൗദി ട്രാവൽ സീരീസിലെ ആദ്യത്തെ സ്ഥലമായിരുന്നു അല്ലൂല. അല്ലൂല എന്ന സ്ഥലം ശരിക്കും ഞങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ് ആണ് തന്നിരുന്നത്. അല്ലൂലയിൽ നമുക്ക് ആകെ അറിയാവുന്നത് എലിഫന്റ് റോക്ക് മാത്രമായിരുന്നു. അതേപോലെ തന്നെ ഇത്രയും സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ സൗദിയിലുണ്ടെന്നും നമ്മൾ നേരത്തെ അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു. നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകൾ ശരിക്കും കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെയൊക്കെ വീഡിയോകൾ യൂട്യൂബിൽ മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ മലയാളത്തിൽ തന്നെ സൗദി ട്രാവൽ സീരീസ് ചെയ്യുന്നത് നമ്മളാണ്. അല്ലൂലയിലെത്തി ആദ്യം ഞങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞ ഹെഗ്ര എന്നൊരു സ്ഥലമായിരുന്നു. ഹെഗ്രയിലെ ശിലാകല്ലറകളാണ് അവിടെയുള്ളത്. നമുക്ക് ഈ ഒരു സ്ഥലത്ത് വന്നതിന് ശേഷം അല്ലൂല എന്ന നഗരത്തിൽ കൂടെ കടന്നുപോയ സിവിലൈസേഷന്റെ ചരിത്രങ്ങൾ അറിയാൻ സാധിച്ചു. അതിന്റെ ഓരോ കാര്യങ്ങളും ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ കണ്ട ദദാൻ, ജബൽ ഇക്മ, സൗദിയിലെ അമ്പലത്തിന്റെ കാഴ്ചകൾ, ഇതെല്ലാം നമുക്കൊരു വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. ഈ അല്ലൂല എന്ന നഗരം ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളെല്ലാം ഒരു ചരിത്രത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇത്രയും ചരിത്രങ്ങളൊക്കെ ഈ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ഓരോ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ സ്ഥലത്തെ പറ്റി ഉള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. അല്ലൂലയിലെ മറ്റൊരു സ്ഥലത്തിൻ്റെ കാഴ്ചകളുമായി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.